നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആൻഡ്രോയിഡ് ഫോൺ ഉപയോഗിക്കുന്നവർ ഐഫോണിലേക്ക് അപ്ഗ്രേഡ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് അവരുടെ ആൻഡ്രോയിഡിലെ വാട്സപ്പ് ഡേറ്റ എങ്ങനെ ഐഫോണിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമെന്നുള്ളൊരു കാര്യം. വളരെ ഈസി ആയിട്ട് നമുക്ക് ആൻഡ്രോയിഡിലെ വാട്സപ്പ് ചാറ്റുകളെല്ലാം തന്നെ ഐഫോണിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ചെറിയൊരു സോഫ്റ്റ്വെയർ പരിചയപ്പെടുത്താം. ഈ ഒരു സോഫ്റ്റ്വെയറിന്റെ സഹായത്തോടെ നിങ്ങളുടെ ആൻഡ്രോയിഡ് വാട്സപ്പ് ഡേറ്റ മൊത്തം ഐഫോണിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. അപ്പം നിങ്ങളിപ്പോൾ ഒരു iPhone 15 വാങ്ങിയെന്ന് വിചാരിക്കുക. അപ്പം നിങ്ങൾക്ക് എന്തായാലും നിങ്ങളുടെ ആൻഡ്രോയിഡിൽ നിന്ന് iPhone 15ലേക്ക് ഷിഫ്റ്റ് ആകേണ്ടതായിട്ട് വരും. അപ്പോൾ ആ സമയത്ത് ഈ ഒരു സോഫ്റ്റ്വെയർ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആവും. ഈ ഒരു സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. ആ ലിങ്ക് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു വെബ്സൈറ്റിൽ എത്താനായിട്ട് സാധിക്കും. ടെനോർഷെയറിന്റെ iCare ഫോൺ ട്രാൻസ്ഫർ എന്നാണ് ഈ ഒരു സോഫ്റ്റ്വെയറിന്റെ പേര്. സോഫ്റ്റ്വെയറിന് ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്, എല്ലാം തന്നെ വെബ്സൈറ്റിൽ ഓൾറെഡി മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഫ്രീ ഡൗൺലോഡ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്യാം. ഞാൻ ഓൾറെഡി ഈ ഒരു സോഫ്റ്റ്വെയർ എൻ്റെ കമ്പ്യൂട്ടറിലേക്ക് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. ഇനി എങ്ങനെയാണ് ഈ ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞുതരാം. അതിന് മുമ്പായിട്ട് ചെറിയ റിക്വസ്റ്റ് ഉള്ളത്, ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം. 500 ലൈക്ക് ഈ വീഡിയോയ്ക്ക് ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു ഇന്റർഫേസ് ആയിരിക്കും ഈ ഒരു സോഫ്റ്റ്വെയർ ഓപ്പൺ ആയി കഴിയുമ്പോൾ. ഇവിടെ നമുക്ക് വാട്സപ്പ് ബിസിനസ്, അതേപോലെ തന്നെ കിക്ക്, വൈബർ, അങ്ങനെ പല ഓപ്ഷൻസ് നൽകിയിട്ടുണ്ട്. നമ്മളിപ്പോൾ വാട്സപ്പ് ആണ് സെലക്ട് ചെയ്യാനായിട്ട് പോകുന്നത്. വാട്സപ്പ് സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ ഒരു ഇന്റർഫേസ് വരും. ഇവിടെ നിങ്ങൾക്ക് രണ്ട് ഓപ്ഷൻസ് ലഭിക്കും. ആദ്യത്തേത് സോഴ്സ്, രണ്ട് ഡെസ്റ്റിനേഷൻ. അതായത് സോഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് ഡിവൈസിൽ നിന്നാണോ നമുക്ക് ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യേണ്ടത് അത് സോഴ്സിൽ വരണം. ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏത് ഡിവൈസിലേക്കാണോ ട്രാൻസ്ഫർ ചെയ്യുന്നത് അതാണ് ഡെസ്റ്റിനേഷൻ. അപ്പോൾ അത് നമുക്ക് ഇവിടെ ഈ സെൻട്രൽ കാണുന്ന ഈ ആരോയിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് രണ്ട് മൊബൈൽ ഫോണും കണക്ട് ചെയ്തതിന് ശേഷം ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും. ഡെസ്റ്റിനേഷനും സോഴ്സും നമുക്ക് ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അത് കറക്റ്റായിട്ട് നിങ്ങൾ നോക്കുക. ആൻഡ്രോയിഡ് ടു ഐഫോൺ ആയിരിക്കണം, അല്ലെങ്കിൽ ആൻഡ്രോയിഡ് ടു ആൻഡ്രോയിഡ് നമുക്ക് ചെയ്യാൻ പറ്റും. iPhone ടു ആൻഡ്രോയിഡും ഈ ഒരു കാര്യം ചെയ്യാനായിട്ട് സാധിക്കും. നമ്മളിവിടെ ആൻഡ്രോയിഡ് ടു ഐഫോൺ ആണ് നോക്കാനായിട്ട് പോകുന്നത്. ഇനി ഇവിടെ ട്രാൻസ്ഫർ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഈ ഒരു പ്രോസസ്സിംഗ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അതിന് മുമ്പായിട്ട് നിങ്ങളുടെ ആൻഡ്രോയിഡ് ഫോണിലെ വാട്സപ്പിലെ 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ ഓഫ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ ഞാൻ എൻ്റെ ഫോണിൽ 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ ഓഫ് ചെയ്തിട്ട് ട്രാൻസ്ഫർ എന്നുള്ള ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യുകയാണ്. അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് ബാക്കപ്പ് വാട്സപ്പ് ഡേറ്റ ഇൻ സോഴ്സ് ഡിവൈസ്. സോഴ്സ് ഡിവൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആൻഡ്രോയിഡ് ഡിവൈസ് ആണ്. അപ്പോൾ ആൻഡ്രോയിഡ് ഡിവൈസിൽ വാട്സപ്പ് ഡേറ്റ നമുക്ക് ബാക്കപ്പ് ചെയ്യണം. അവിടെ നമുക്ക് എൻക്രിപ്റ്റ് ചെയ്തുകൊണ്ടാണ് ബാക്കപ്പ് ചെയ്യേണ്ടത്. അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ സെറ്റിംഗ്സിൽ വരിക, ചാറ്റിൽ വരിക. ഇവിടെ ചാറ്റ് ബാക്കപ്പ് എന്നുള്ള ഓപ്ഷനിൽ എൻഡ് ടു എൻഡ് എൻക്രിപ്ഷൻ ബാക്കപ്പ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് എൻഡ് ടു എൻഡ് എൻക്രിപ്ഷൻ ഓൺ ചെയ്യണം. അതിനുശേഷം ഇവിടെ ഒരു 64 ഡിജിറ്റ് കീ ലഭിക്കും. അത് നമ്മൾ കറക്റ്റ് ആയിട്ട് സ്ക്രീൻ റെക്കോർഡ് ചെയ്യുകയോ അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കുകയോ ചെയ്ത് വെക്കണം, അല്ലെങ്കിൽ എവിടെയെങ്കിലും നോട്ട് ചെയ്ത് വെച്ചാലും മതി. ഈ ഒരു എൻക്രിപ്ഷൻ കീ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ചാറ്റ് ബാക്കപ്പ് നമ്മുടെ എടുക്കാനായിട്ട് സാധിക്കത്തുള്ളൂ, റീസ്റ്റോർ ചെയ്തെടുക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ ഞാൻ ആ ഒരു കീ ഇവിടെ സ്ക്രീൻഷോട്ട് എടുത്ത് പ്രോപ്പറായിട്ട് വെച്ചിട്ടുണ്ട്. അതിനുശേഷം ക്രിയേറ്റ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ബാക്കപ്പ് എടുക്കുകയാണ്. ഈ കാര്യങ്ങൾ നമ്മൾ സോഴ്സ് ഡിവൈസിൽ ചെയ്യണം. അതിനുശേഷം വീണ്ടും സോഫ്റ്റ്വെയറിലേക്ക് വന്ന് കണ്ടിന്യൂ എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യണം. ഇപ്പോൾ നമുക്ക് ഇവിടെ 64 ഡിജിറ്റ് എൻക്രിപ്ഷൻ കീ എൻ്റർ ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്ഷൻ വരും. അതായത് നമ്മുടെ വാട്സപ്പ് ബാക്കപ്പ് വെരിഫൈ ചെയ്യാനായിട്ടാണ്. അപ്പോൾ ആ ഒരു എൻക്രിപ്ഷൻ കീ ഏതായിരുന്നു അത് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുത്ത് വെരിഫൈ എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യണം. ഇത്രയും കാര്യം ചെയ്യുമ്പോൾ ഓൾമോസ്റ്റ് നമ്മളുടെ ബാക്കപ്പ് പ്രോസസ്സിംഗ് കംപ്ലീറ്റ് ആവും. അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് ഏതൊക്കെ ഫയലുകളാണ് ബാക്കപ്പ് ചെയ്ത് അത് ട്രാൻസ്ഫർ ചെയ്യേണ്ടത് എന്നുള്ളത് ഇവിടെ ഒന്ന് സെലക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഞാനിവിടെ ഓൾ സെലക്ട് ചെയ്യുകയാണ്. ഇവിടെ വീഡിയോസോ സ്റ്റിക്കേഴ്സോ ഇമേജസോ ഏത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആവശ്യമുള്ളത് മാത്രം സെലക്ട് ചെയ്യാം. ഞാനിവിടെ ഓൾ സെലക്ട് ചെയ്തതിന് ശേഷം കണ്ടിന്യൂ എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുകയാണ്. അപ്പോൾ ആ ഒരു പ്രോസസ്സിംഗ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അടുത്ത സ്റ്റെപ്പിൽ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ലോഗിൻ ടു വാട്സപ്പ് ഓൺ ടാർഗറ്റ് ഡിവൈസ്, അതായത് ഡെസ്റ്റിനേഷൻ ഡിവൈസ് ഉണ്ടല്ലോ നമ്മുടെ ഐഫോണിൽ ലോഗിൻ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. സാറിന് നമ്മൾ വാട്സപ്പിൽ എങ്ങനെയാണ് ലോഗിൻ ചെയ്തത് ആ രീതിയിൽ ലോഗിൻ ചെയ്യുകയാണ്. ഐഫോണിൽ വാട്സപ്പിൽ ലോഗിൻ ചെയ്തതിന് ശേഷം തിരിച്ച് നമ്മുടെ സോഫ്റ്റ്വെയറിൽ വന്നിട്ട് ലോഗിൻ എന്നുള്ള ഈ ഒരു ബട്ടണിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. സെക്കൻഡുകൾക്കുള്ളിൽ നമ്മുടെ ആൻഡ്രോയിഡ് ഫോണിൽ നിന്നുള്ള ഫുൾ വാട്സപ്പ് ഡേറ്റ ഐഫോണിലേക്ക് ട്രാൻസ്ഫർ ആവും. നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്ന ഡേറ്റയുടെ സൈസിനനുസരിച്ച് കുറച്ച് സമയം എടുക്കും. പക്ഷേ കുറച്ച് ഫയലുകൾ മാത്രമേ ഉള്ളെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ കാണാനായിട്ട് സാധിക്കും ആൻഡ്രോയിഡിൽ നിന്ന് ഐഫോണിലേക്ക് ഫുൾ വാട്സപ്പ് ബാക്കപ്പും ട്രാൻസ്ഫർ ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യമുള്ള ഈ രീതിയിൽ ആൻഡ്രോയിഡ് ഡേറ്റ ഐഫോണിലേക്കും ഐഫോൺ ഡേറ്റ ആൻഡ്രോയിഡിലേക്കും ആൻഡ്രോയിഡ് ടു ആൻഡ്രോയിഡിലേക്കും ഒക്കെ തന്നെ നമുക്ക് വാട്സപ്പ് ബാക്കപ്പുകൾ ട്രാൻസ്ഫർ ചെയ്ത് എടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഫോട്ടോസ്, വീഡിയോസ്, ഡോക്യുമെന്റ്സ്, മ്യൂസിക് ഫയലുകൾ, ഓഡിയോ ഫയലുകൾ, എല്ലാ സംഭവങ്ങളും ഒരേപോലെ ഒരുമിച്ച് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും സാധിക്കും. അതല്ല ഇനി ഫോട്ടോസ്, വീഡിയോസ് മാത്രം മതി എന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഒരു സോഫ്റ്റ്വെയർ നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ മാത്രം ഉപയോഗിക്കുക. കാരണം വേറൊന്നുമല്ല, രണ്ട് ഡിവൈസുകളിലെ വാട്സപ്പിനിടയ്ക്ക് നമ്മൾ വേറൊരാളെ ഇടനിലക്കാരനെ നിർത്തിക്കൊണ്ടാണ് ഈ ഒരു പരിപാടി ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങളുടെ ഡേറ്റയ്ക്ക് എന്തെങ്കിലും രീതിയിലുള്ള പ്രശ്നം ഉണ്ടാകുമെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാതെ ഇരിക്കുക. എന്തായാലും ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഈ വീഡിയോയെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ കമന്റുകളായിട്ട് അറിയിക്കുക. വീഡിയോ ലൈക്ക് ചെയ്യാൻ മറന്നു പോയിട്ടുള്ളവർ ലൈക്ക് കൂടെ ചെയ്തേക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്താണ് നിങ്ങൾ വീഡിയോ കണ്ടിട്ടുള്ളതെന്നുണ്ടെങ്കിൽ ചാനലിലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നത്തെ വീഡിയോ നിർത്തിയാണ്. ഇതിലും നല്ലൊരു അറിവുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.